ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിടിയാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അരിപ്പൊടി അല്ലെങ്കിൽ അപ്പപ്പൊടി നമ്മൾ ഒരു 3 കപ്പ് എടുക്കുന്നു. അതേപോലെ തന്നെ 1 കപ്പ് പുട്ടുപൊടി എടുക്കുന്നത് ഒരു 3:1 റേഷ്യോയിൽ. ഇനി അതിലേക്ക് ചിരകിയിട്ടുള്ള തേങ്ങ ആഡ് ചെയ്യാണ്. ചില ആൾക്കാർ തേങ്ങാപ്പാൽ ആഡ് ചെയ്യും, പക്ഷെ ഇവിടെ നമ്മൾ ചിരവി തേങ്ങ ആഡ് ചെയ്യുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ആ ഒരു മിക്സിനെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. വറുത്തെടുക്കുമെന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ അതേപോലെ ആ ഒരു സ്മെല്ല്, നല്ല വറുത്ത ആ ഒരു സ്മെല്ല് വരുന്നവരെ നമ്മൾ നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിച്ചുകൊണ്ടും കരിഞ്ഞു കൊണ്ടൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇത് ഇളകി താഴെ ചെറിയൊരു ബ്രൗൺ കളർ ഇങ്ങനെ വരുമ്പോൾ നമ്മളതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ള ഉപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ ചൂടോട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ശരിക്കുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് ഉപ്പ് വെള്ളം ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സമയം നമ്മൾ നോക്കുമ്പോഴും ഇതിൻ്റെ അളവിനനുസരിച്ച് എന്ന് വെച്ചാൽ ആ ഒരു മാവ് നല്ല ഉരുണ്ടുരുണ്ടായിട്ട് വരാൻ പാകത്തിന് നമ്മൾ ഉപ്പിൻ്റെ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണം. അതിങ്ങനെ ഭയങ്കര അധികമായിട്ട് നല്ല ലൂസായി പോകാനും പാടില്ല, എന്ന് വെച്ചാൽ അധികം ഓവർ കട്ടയായി പോകാനും പാടില്ല. നമ്മൾക്ക് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു ഉണ്ടയാക്കി ഉരുട്ടാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം ഈ ഒരു ചൂട് ഇതാക്കിയിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ ഉണ്ടയൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയത്ത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് ഈ ഒരു പിടി ഉണ്ടാക്കിയത്. ആദ്യമായിട്ടായിരുന്നു ഇത് ടേസ്റ്റ് ചെയ്യാനും പോകുന്നത്. ആൻഡ് ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത് കാണുന്നത്. ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ടായിരുന്നു, എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ്, അതേപോലെ തന്നെ എങ്ങനെയായിരിക്കും ഇത് കാണാൻ, എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നല്ലൊരു രസമായിരുന്നു. അപ്പോൾ നമ്മളതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടുത്തെ അമ്മ ഈ ഒരു ഈ ഒരു പിടീൻ്റെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു. പണ്ടേ ഏതോ ഒരു പെണ്ണ് അവിടെ ഏതോ നാട്ടിലുള്ളത് ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് പോയപ്പം അവരെ അമ്മായിയമ്മ പറഞ്ഞ് ഈ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പിടി ഉണ്ടാക്കാൻ ശരിക്കും ആ പെണ്ണിനെ അറിയില്ലേനു. അപ്പോൾ അവിടെ പെണ്ണ് പിടിയായി വരണേ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു പ്രാർത്ഥിക്കുകയോ എന്തോ ചെയ്തു. അപ്പം അങ്ങനെയാണ്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അങ്ങനെയാണ് എൻ്റെ ഹിസ്റ്ററി പറഞ്ഞത്, പിടിയായി വരണേന്ന് പറഞ്ഞിട്ട്. അപ്പം അതാണ് പിടി എന്ന് പറയുന്നത്. ഇതിപ്പം ചൂടായതുകൊണ്ട് തന്നെ നമ്മൾക്കിത് ഉരുട്ടിയിട്ട് ഈ ചൂടോട് കൂടെ തന്നെ ഉരുട്ടേണ്ടതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ കൈ പൊള്ളുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പച്ചവെള്ളത്തിൽ കൈ കുത്തിയിട്ട് ഇങ്ങനെ ഉരുട്ടുന്നത്. അപ്പോൾ കുറേ നേരം ഉരുട്ടുമ്പോഴാണെങ്കിൽ ഇതിങ്ങനെ പറ്റി പിടിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. നോക്കാം, ഇപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ടുള്ള അത്യാവശ്യം ഒരു വലിയ ഉണ്ടയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ വലിയ ഉണ്ടേൻ്റെ അകത്തുനിന്ന് ചെറിയൊരു കഷ്ണം ഉള്ളി എടുത്തിട്ട് അതിനെ നമ്മൾ നന്നായിട്ട് ഉരുട്ടിയിട്ട് റൗണ്ടാക്കും. ഇനി ഉണ്ടാക്കിയിട്ടുള്ള ഈ വലിയ ഉണ്ടേൻ്റെ അകത്തു നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെറിയ കുഞ്ഞു ഉണ്ടാക്കിയിട്ട് മാറ്റാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ചെറിയ കുഞ്ഞു ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നുള്ളിയെടുക്കും. അതിനെന്നിട്ട് നമ്മൾ കൈവച്ചിട്ട് നന്നായിട്ട് റൗണ്ട് ചെയ്യും. ഒരു ചെറിയൊരു സൈസിൽ, അധികം വലുതാവാൻ പാടില്ല, ഒട്ടും ചെറുതാവാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു സൈസിൽ നമ്മളത് ഇങ്ങനെ ഉരുട്ടി എടുക്കേണ്ടത്. അപ്പം ഇത് ലാസ്റ്റ് നമ്മൾ ഒരുപാട് ഉണ്ടാക്കേണ്ടതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ കുറേ ചെറിയ ഉണ്ടയാക്കി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെന്ന് വെച്ചാൽ ഈ ചൂടുള്ള സാധനത്തിലാണ് നമ്മൾ കൈയിട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതാക്കേണ്ടത്. അപ്പോൾ കുറച്ച് പാടുണ്ട്, പക്ഷെ എന്നാലും ആക്കി വരുമ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു നല്ല രസമാണ്. അതേപോലെ തന്നെ കുറേ തമാശയെല്ലാം പറഞ്ഞ് നമ്മൾ എല്ലാവരും ഒരു മത്സരം പോലെ ആരോ നല്ല ഉണ്ട ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ നല്ലൊരു ഇതായിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല രസമാണ്. ഒറ്റക്കാക്കുമ്പോൾ നല്ല പണിയായിരിക്കും, പക്ഷെ നമ്മൾ കുറച്ച് ആൾക്കാരാകുമ്പോൾ അത്ര ക്വാണ്ടിറ്റിയിലല്ലേ ഉണ്ടാക്കണ്ടോ. പക്ഷെ ഒരുപാട് ആളാകുമ്പോൾ ഇത്രയും ആക്കേണ്ടതുകൊണ്ട്, പക്ഷേ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നന്നായി. ഇത് നമ്മളിങ്ങനെ ഉണ്ടയിലാക്കി കളിക്കുന്നതിലെടുക്കാൻ എൻ്റെ ഓൻ എന്ത് ചെയ്ത് ആ മാവിൻ്റെ മുകളിൽ കുറേ കണ്ണും മൂക്കെല്ലാം വെച്ചിട്ട് അതിനൊരു എന്തോ ഒരു സാധനം, ഒരു ഭൂതത്തിനെ പോലെ ആക്കിയിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ടേനു. കണ്ട, ഒരു മൂക്കും വെച്ച് 2 കണ്ണും വെച്ച്. ഇനി കാണുമ്പോൾ മറ്റേ വെള്ള കുപ്പായിട്ടൊരു മറ്റേ പ്രേതത്തിൻ്റെ എല്ലാം മുഖം ഉണ്ടാവില്ലേ, അതുപോലെ ഇല്ലേ കാണാൻ വേണ്ടിയിട്ട്. ചിലപ്പം കുക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റി എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബോറടിയോ ഒന്നും ഫീൽ ചെയ്യില്ല. നല്ല രസത്തിൽ നമുക്ക് അങ്ങനെ ആ ഒരു ടൈം നമ്മൾ പോകുന്നത് വരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല. നോക്കറാ, ലാസ്റ്റ് അതിനെ ഈ കൊരത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം ആക്കി പിന്നെയും ഉണ്ടെല്ലാം റെഡിയാക്കി. എന്നിട്ട് നമ്മളതിനെ കുഞ്ഞാക്കിയിട്ട് ഫുള്ള് ചെറിയ ആക്കിയിട്ട് മാറ്റാൻ പോകുന്ന. ഇതിന് നമ്മൾ
ഇതാ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് അരിപ്പൊടി നമ്മളെടുത്തു, അതിലേക്ക് ഇങ്ങനെ ഉണ്ടേന ഉരുട്ടി ഉരുട്ടിയിട്ട് ഇടുക ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ഉണ്ട തമ്മിൽ പറ്റിപ്പിടിച്ച് പോകാണ്ടിരിക്കാനാണ് കുറച്ച് അരിപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടയാക്കിയിട്ട് അത് ആ ഒരു അരിപ്പൊടി കൂടെ കുറച്ചായിട്ട് മിക്സ് ചെയ്യുന്നത്. ആരാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടയാക്കുക എന്നെല്ലാം വെച്ച് നമ്മൾ തമ്മിൽ ലാസ്റ്റ് ഒരു മത്സരം പോലെയല്ല, ബട്ട് നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മളെ പിടീൻ്റെ ഉണ്ട റെഡിയായി. ഇനി നമ്മൾ ഉപ്പ് വെള്ളം, പിന്നെ അതേപോലെ അതിലേക്ക് കുറച്ച് ജീരകം, പെരുംജീരകം, പിന്നെ നമ്മൾ തേങ്ങയും ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചു. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങനെ തിളച്ച് ഒരു നല്ല പരിവായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച അരിൻ്റെ കുഞ്ഞു കുഞ്ഞു ഉണ്ടകളെല്ലാം ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ജസ്റ്റ് അങ്ങ് തിളച്ചോളും. അല്ലെങ്കിൽ നമ്മൾ ഇളക്കുമ്പം എന്താണെന്ന് വെച്ചാൽ അരി അലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും ഉണ്ടകൾ. അപ്പോൾ അത് നമ്മൾ ഇളക്കൊന്നുമില്ല, ജസ്റ്റ് അതിൽ ഇട്ട് കൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ. എന്നിട്ടത് നന്നായിട്ട് തിളച്ച് വരുമല്ലോ, ആ തിളച്ച് വരുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. കണ്ടോ, അതിപ്പോൾ നല്ല കുറുകിയിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ രാവിലെ നമ്മളത് ഫുഡായിട്ട് കഴിക്കുക. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ചിക്കൻ കറിയും അതേപോലെ തന്നെ പിടിയും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു.